റഷ്യക്കാരെ പറ്റിയും ചൈനക്കാരെ പറ്റിയും വലിയൊരു അഭിപ്രായം എനിക്കില്ല. റഷ്യക്കാർ മിക്കവരും റേസിസ്റ്റുകളാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എനിക്കറിയാവുന്ന കുറച്ച് പേരേ അറിയത്തുള്ളൂ. ആ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. പിന്നെ ചൈനക്കാരാണെങ്കിൽ ഇത്രയധികം സ്വാർത്ഥത കാണിക്കുന്ന വേറെ ഒരു മനുഷ്യരില്ല. ഇപ്പം ബസ്സിനൊക്കെ ക്യൂ നിൽക്കുമ്പോൾ അമേരിക്കയിൽ ആരും തന്നെ ആ ക്യൂ തെറ്റിച്ച് പോകാറില്ല, ചൈനക്കാർ ഒഴിച്ച്. അവർ ആ ആളുകൾ, എത്രയോ ആളുകൾ നോക്കി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ പിന്നെ ഫ്രണ്ടിൽ കയറി ചെന്നിട്ട് പിന്നെ ഡ്രൈവറുമായിട്ട് ഉടക്കുണ്ടാക്കി അകത്ത് കയറി പോകും. ഡ്രൈവർ നോ പറഞ്ഞാലും ഇവർ എങ്ങനെയെങ്കിലും ഉടക്ക് പറഞ്ഞ് അകത്ത് കയറി പോകും. അങ്ങനെ വേറെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. പിന്നെ ഈ റഷ്യക്കാർ, ഞാൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ നേരത്തെ മുൻകാലത്ത് താമസിച്ചിരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിൽ കുറേ റഷ്യക്കാർ വന്നു. അപ്പോൾ ആ പിള്ളേരുടെയൊക്കെ ആ ധിക്കാരവും അഹങ്കാരവും, അവരൊക്കെ നമ്മളെ കാണുമ്പോൾ എന്തോ ഒരു പുച്ഛത്തോടി നോക്കുന്നതും. അപ്പോൾ നമ്മുടെ തൊലി ആണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇവർക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസമോ വല്ലതും ഉണ്ടോ? അതൊട്ടില്ലതാനും. പലരും ചെയ്യുന്നത് ബാർബർ ജോലി, പിന്നെ പെയിൻറ്റിങ് ജോലി, ഇതാണ് ചെയ്യുന്നതും. ഇതൊരു എൻ്റെ ചുരുങ്ങിയ അനുഭവത്തിൽ നിന്നും പിന്നെ കുറച്ച് പേരെയുള്ള ബന്ധം കൊണ്ടും മാത്രം പറയുന്നതാണ്. ഇതിൽ വേറെ യാതൊരു ഉദ്ദേശവുമില്ലാതാനും. ഇതുകൊണ്ട് ഇങ്ങനെയാണ് അവരെല്ലാം എന്ന് അർത്ഥവുമില്ല. പക്ഷേ എങ്കിലും എൻ്റെ ഒരു ധാരണ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പുട്ടിൻജി ഡൽഹിയിലുണ്ടപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പോയി വിമാനത്താവളത്തിൽ പോയി സ്വീകരിച്ചു. അത് ചെറിയൊരു കാര്യമല്ല. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പോയിട്ട് നേരിട്ട് പോയി സ്വീകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ. ആ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ചാണ് അത് ചെയ്തതെന്നാണ് പറയുന്നത്. എങ്ങനെയായാലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആ വലിയ ബന്ധം, അത് നമ്മൾ അതിനെ കുറച്ച് കാണുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ 50-കൾ മുതൽ, നെഹ്റുവിൻ്റെ കാലം മുതൽ അങ്ങനെയായിരുന്നു. നമ്മൾ ഒരു സോവിയറ്റ് പക്ഷപാതം നമുക്കുണ്ടായിരുന്നു. പക്ഷപാതം മാത്രമല്ല, നമ്മളെപ്പോഴും സോവിയറ്റ് അനുകൂല നിലപാടാണ് എല്ലാ കാലത്തും സ്വീകരിച്ചിരുന്നത്. കാരണം അമേരിക്കയെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഓരോ പ്രസിഡന്റുമാർ വരുമ്പോഴും പിന്നെ നിയമങ്ങൾ, പിന്നെ ബന്ധങ്ങൾ തലതിരിഞ്ഞു പോവുകയാണെങ്കിൽ എന്തു ചെയ്യും? തിരിച്ചും മറിച്ചും വരികയാണെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ സ്ഥിരമായ ഒരു നിലപാട് അമേരിക്ക ഒരിക്കലും എടുത്തിട്ടില്ല. ഇപ്പം റിച്ചാർഡ് നിക്സൻ്റെ കാലത്താണെങ്കിൽ ഇന്ത്യയോട് വിരോധമായിരുന്നു. കിസിംഗറും ഒക്കെ ഇന്ത്യയോട് ശത്രുതയോടെയാണ് പെരുമാറിയിരുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ ഈ ബോംബ് സ്ഫോടനത്തിൻ്റെ കാലത്തിൽ, വാജ്പേയിയുടെ കാലത്താണ് ബോംബ് സ്ഫോടനം ഉണ്ടായപ്പം, ആ കാലത്ത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം തന്നെ അങ്ങ് തീരെ വഷളായി തീർന്നു. പിന്നീട് ഇന്ത്യക്കാരും ഇവിടെയുള്ള ഇന്ത്യക്കാരും ഒക്കെ കൂടെ ശ്രമിക്കുകയും പിന്നെ ആ ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരികയാണ്. അപ്പോഴാണ് ഇപ്പം പ്രസിഡന്റ് ട്രംപ് വന്ന് ഇന്ത്യക്കെതിരെ താരിഫ് ഏർപ്പെടുത്തിയത്. അത് പ്രധാനപ്പെട്ട കാര്യം. ഈ റഷ്യയിൽ നിന്ന് നമ്മൾ പിന്നെ എണ്ണ വാങ്ങി അത് സംസ്കരിച്ച് വില കൂട്ടി മറ്റുള്ളവർക്ക് വിൽക്കുന്നു. അതുകൊണ്ട് ഏതാണ്ട് $17 ബില്യൺ നമുക്ക് കിട്ടിയെന്നാണ്, നമുക്കെന്ന് പറഞ്ഞാൽ പിന്നെ അംബാനിക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. ഇന്ത്യക്കല്ല. ഇന്ത്യയിൽ പിന്നെ പെട്രോൾ വില കുറയുകയൊന്നും ചെയ്തിട്ടില്ല റഷ്യയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട്. അപ്പോൾ അത് അംബാനി അതുകൊണ്ട് ഗുണപ്പെട്ടു. അതുകൊണ്ട് ഇന്ത്യ ട്രംപിൻ്റെ കണ്ണിൽ കരടായി മാറി. അപ്പോൾ ഇന്ത്യക്കെതിരെ 50% അതിൽ കൂടുതലൊക്കെയാണ് ടാക്സ് ചുമത്തിയത്, പിന്നെ പ്യൂണിറ്റീവായിട്ട് പിന്നെ ടാക്സ് ചുമത്തിയത്. അപ്പോൾ ഈ ആ പ്രശ്നത്തിൽ ടാക്സിൻ്റെ കാര്യത്തിൽ ഒരു കരാറുണ്ടാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു. ഈ മാസം അവസാനത്തോടുകൂടി ചർച്ചയൊക്കെ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇന്ത്യ പ്രകടിപ്പിച്ചിരിക്കുന്നത്, അതിൻ്റെ ചർച്ച നടത്തുന്ന ആളുകൾ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ പുട്ടിൻജിയുടെ സന്ദർശനം. പുട്ടിൻജിയുമായിട്ടുള്ള സന്ദർശനം അത് അമേരിക്ക വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ടുള്ളൊരു ഭിന്നത, ഒരു പിണക്കത്തിൻ്റെ അവസ്ഥയിൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചൈനയുമായിട്ടും അതുപോലെ മറ്റ് രാജ്യങ്ങളുമായിട്ടും. പക്ഷേ ചൈനയൊക്കെ നമുക്ക് എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റും? അവരവരുടെ കാര്യം നോക്കുന്നവരാണ്. അവരുടെ താല്പര്യത്തിനനുസൃതമായിട്ട് നമ്മളുമായിട്ട് ലോഹ്യം കൂടും. ആവശ്യമുള്ളപ്പോൾ അവർ ആക്രമിക്കുകയും ചെയ്യും. റഷ്യ പിന്നെ, അപ്പോൾ ചൈന ആക്രമിച്ചാൽ റഷ്യ ആരുടെ പക്ഷത്ത് നിൽക്കും? റഷ്യ പിന്നെ ഈ ഇന്ത്യയുടെ പക്ഷത്ത് നിൽക്കുമെന്നൊന്നും അങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റില്ല. 62-ലെ യുദ്ധത്തിൻ്റെ കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. 71-ലെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ പിന്നെ റഷ്യ നമ്മളെ സഹായിച്ചിരുന്നുവെങ്കിലും അമേരിക്ക പിന്നെ നിക്സൻ്റെ കീഴിൽ അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിയായിരുന്നു. അന്ന് 7th ഫ്ലീറ്റിനെയൊക്കെ അങ്ങോട്ട് അയക്കുകയൊക്കെ ചെയ്തതാണ്. അന്ന് റഷ്യ നമ്മുടെ പിന്നിൽ ശക്തമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, നമ്മുടെ ആയുധങ്ങൾ മുഴുവൻ ഏതാണ്ട് 60% ആയുധങ്ങളും ഇപ്പോഴും വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ആയുധങ്ങളുടെ ഗുണനിലവാരം എത്രയുണ്ടെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടി നമുക്ക് സ്ഥിരമായൊരു സപ്ലൈയും സ്ഥിരമായൊരു ബന്ധവും റഷ്യയുമായിട്ടാണ്. അപ്പോൾ ആ റഷ്യൻ ബന്ധം നമുക്ക് ഉപേക്ഷിക്കാനാവില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അതേസമയം തന്നെ ഈ നമ്മുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ പിന്നെ അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയെ പിണയ്ക്കാനും ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെ വരും. ഇന്ത്യൻ സാധനങ്ങൾ ഇവിടെ ആവാതെ വരും. ഇവിടെ നിന്നുള്ള സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരും. അപ്പോൾ അമേരിക്കയുമായിട്ടും റഷ്യയുമായിട്ടും ഒക്കെ ഉറ്റബന്ധം പുലർത്തേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്, പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട്. കാരണം റഷ്യ ഒരു അസ്തമന ശക്തിയാണ്, ഒരു ഫെയ്ഡിങ്
പിന്നെ ശക്തിയാണ്. ആ ശക്തി ചെറിയൊരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു ശക്തിയായ പഴയ ഗ്ലോറിയൊന്നുമില്ല. അതിങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുന്നു, മങ്ങിക്കൊണ്ടിരിക്കുന്നു. നേരെ മറിച്ച് ചൈന ഉദിച്ചുയരുന്നു. ഇനി അമേരിക്ക അന്നും ഇന്നും ഒരുപോലെ ശക്തമായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾക്ക് ശക്തിപ്പെടേണ്ടത്. എന്നാലാണ് ഇന്ത്യക്കത് മെച്ചമാവുക. ഇന്ത്യക്കും ഇവിടെയുള്ള ഇന്ത്യക്കാർക്കും ഇന്ത്യയിലുള്ള ഇന്ത്യക്കാർക്കും ഒക്കെ മെച്ചമാകുന്നത്. പിന്നെ റഷ്യയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ആയുധം നമ്മൾ വാങ്ങുക അല്ലെങ്കിൽ എണ്ണ നമ്മൾ വാങ്ങുക എന്നുള്ളതല്ലാതെ മറ്റൊരു രീതിയിൽ നമുക്കൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ എന്തായാലും റഷ്യ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ അവിടെ ജോലിക്കെടുക്കാനായിട്ട്, കാരണം അവിടെ ജോലിക്കാർ കുറവ്. ഇപ്പോൾ യുദ്ധം കാരണം പിന്നെ ഉക്രൈനിലെ യുദ്ധം കാരണം അവർക്ക് ആളുകൾ കുറഞ്ഞു. അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യയിൽ നിന്നും മറ്റൊക്കെ അവിടെ ആളുകൾ വരുന്നില്ല. അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടി അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ റഷ്യയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടായാലും അവിടെ റഷ്യൻ ഭാഷയും ഒക്കെയാണ്. അത് പഠിച്ചൊക്കെ വരാനായിട്ട് എത്രയോ കാലമെടുക്കും. അപ്പം ഇന്ത്യ ഈ നേരെ മറിച്ച് അമേരിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജോലി ചെയ്യാൻ റെഡിയായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം ഇംഗ്ലീഷ് അറിയാം, ഇവിടുത്തെ കാര്യങ്ങളറിയാം, നമ്മളെല്ലാം റെഡി ആയിട്ട് ജോബ് റെഡിയാണ്. നേരെ മറിച്ച് റഷ്യയിൽ ചെല്ലുമ്പം ആ ജോബ് റെഡി ആവണമെന്നില്ല. നമ്മളത് പഠിച്ചും ഒക്കെ ആയിരിക്കും മുന്നോട്ട് പോകേണ്ടി വരിക. അപ്പോൾ അവിടെയും ഈ ഇംഗ്ലീഷൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ വന്നാലും ഈ യുക്രൈൻ യുദ്ധം ഒരു പാരയായിട്ട് തന്നെ തുടരുന്നു. എല്ലാവർക്കും ലോകത്തിന് മൊത്തം ഒരു പാരയായിട്ട് തുടരുന്നു. അതിനിടെയാണ് എലോൺ മസ്ക് പറഞ്ഞത് ലോകമഹായുദ്ധത്തിനുള്ള സാധ്യതയുണ്ടെന്ന്. പേടിക്കണം. എലോൺ മസ്ക് ഒക്കെ വെറുതെ പറയുന്ന ആളുകളല്ല. ഈ ഒന്നുമില്ലായ്മയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒന്നും വിടുവാ പറയുന്ന ആളല്ല. എങ്ങനെയായാലും ഈ യുക്രൈൻ യുദ്ധം ഒരു ലോകത്തിന് മൊത്തം ഒരു ഭീഷണിയാണ്. റഷ്യയ്ക്ക് ദോഷം, പിന്നെ യൂറോപ്പിന് മൊത്തം ദോഷം, യുക്രൈന് ദോഷം. എന്നാൽ റഷ്യ ഈ യുദ്ധം വിജയിക്കുന്നുണ്ടോ? 3-4 വർഷമായി യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട്. റഷ്യയ്ക്ക് അതിൽ വിജയിക്കാൻ കഴിയില്ല, യുക്രൈനൊട്ട് തോക്കാനും കഴിയില്ല. കാരണം യൂറോപ്പ് മൊത്തം അവരുടെ പിന്നിലുണ്ട്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ ഒരു അധിനിവേശം, റഷ്യ ഒരു വൻശക്തിയായി മാറിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം ഭീഷണിയാണ്. അപ്പോൾ ഒരു കാരണവശാലും റഷ്യ ഒരു അതീശ ശക്തിയായി മാറാനായിട്ട് സമ്മതിക്കുകയില്ല. അപ്പോൾ അമേരിക്കൻ നിലപാടാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പുട്ടിനെ നിലയ്ക്ക് നിർത്താനായിട്ട് അമേരിക്ക വിചാരിച്ചാലും കഴിയും, പക്ഷേ അമേരിക്ക അങ്ങോട്ട് വിചാരിക്കുന്നില്ല എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ ഇടപെട്ട് യുക്രൈൻ യുദ്ധത്തിനൊരു പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് ലോകരംഗത്ത് തന്നെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നമുക്ക് ഇന്ത്യയുടെ യശസ് ഉയരുന്ന മാത്രമല്ല ലോകത്തിന് തന്നെ മൊത്തം ഗുണപ്രദമാകുകയും ചെയ്യും. അപ്പം അതുപോലെയുള്ള ഉറ്റബന്ധം പുട്ടിനുമായിട്ട് പ്രധാനമന്ത്രിക്കുണ്ട്, റഷ്യയുമായിട്ട് ഇന്ത്യക്കുണ്ട്. അപ്പോൾ ആ ബന്ധങ്ങൾ നല്ല രീതിയിൽ ആവട്ടെ. ഈ റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടുന്നതുകൊണ്ട് അമേരിക്കയുമായിട്ടുള്ള ബന്ധം വഷളാകുന്നു എന്നർത്ഥമില്ല. അത് അങ്ങനെ ആകാൻ ഇടകൊടുക്കുകയും ചെയ്യരുത്. കാരണം അമേരിക്കയെ വിട്ടുകൊണ്ട് അമേരിക്കയ്ക്ക് ബദലല്ല റഷ്യ. എന്തായാലും അമേരിക്കയ്ക്ക് ബദലായിട്ട് കുറച്ചെങ്കിലും ബദലായിട്ട് ഇപ്പോൾ ചൈനയാണുള്ളത്. ആ ചൈന പോലും ചൈനയിൽ നിന്നുള്ള കയറ്റുമതി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ചൈന പോലും അവിടെ പൊട്ടിപ്പൊളിഞ്ഞു പോകും. അപ്പോൾ അതാണ് അവസ്ഥ. എങ്ങനെ വന്നാലും അമേരിക്കയാണ് ശക്തിയും. അമേരിക്കയ്ക്കൊപ്പം മറ്റൊരു രാജ്യവും ഇല്ലതാനും. റഷ്യ കുറച്ച് ആയുധങ്ങളും പഴയ ഗ്ലോറിയൊക്കെ കുറച്ചുകൊണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് റഷ്യയെ മാത്രം പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട് നമുക്ക് ആവുകയുമില്ല.